ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു ഡെക്കർ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, ഗ്ലിറ്റർ ഷീറ്റാണ്, രണ്ടും പറയാറുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ ആ സ്ക്വയർ ഷേപ്പിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഒരു ഫോൾഡിംഗ് ആണ് കറക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആ സെൻറ്റർ കുറച്ചൊന്ന് മടക്കിയെടുക്കാൻ ചിലത് ബുദ്ധിമുട്ടായിരിക്കും, ചിലത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ നമുക്ക് B7000 ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് നമ്മളിങ്ങനെ ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് വെക്കണം. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിതുപോലെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അത് പേസ്റ്റ് ആയി കിട്ടും. ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട്, ഇതിപ്പോൾ ഞാനൊരു സൈഡാണ്, ഇനി ബാക്കിയത് ഒന്ന് പേസ്റ്റ് ആയതിനു ശേഷം ബാക്കിയും കൂടെ പേസ്റ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കാരണം ഫോം ഷീറ്റ് നമുക്കൊരു പാക്കറ്റൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അതിൽ നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ആക്സസറീസ് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ട്രീയിലൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അല്ലാതെ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്തിടാം. ബാക്കി ഇതുപോലെ ഗ്ലൂ ആ എഡ്ജിലൊന്ന് ഇത് ചെയ്യുക, അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് അകത്തേക്ക് ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്താലും മതിയാവും. ഞാൻ ഒറ്റയടിക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ ഒരു നമ്മുടെ റൗണ്ട് ഷേപ്പില്ലേ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് ആ ഒരു കറക്റ്റ് ഒരു ബെൽ ഷേപ്പ് അതാക്കി എടുക്കുക. വേണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ആക്കി കറക്റ്റാക്കി ഒന്ന് എടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ആദ്യം ഓപ്പോസിറ്റ് സൈഡ്സ്, അതിനുശേഷം രണ്ട് എഡ്ജും കൂടെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ എഡ്ജിൽ നമുക്കിതിൻ്റെ പുറത്ത് എന്തൊക്കെ കൊടുത്ത് വേണം, സ്റ്റാർസ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞു ക്രിസ്മസ് ഫാദറിൻ്റെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊടുത്ത് ചെയ്യാം. എൻ്റെ കയ്യിൽ എന്തായാലും സ്റ്റാർസ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ സിൽവർ കളറിലുള്ള കുറച്ച് ബീഡ്സ് ഒരു ലെയർ കൊടുത്തു. ഒരു ലെയർ ബീഡ്സ് ഇതുപോലെ ഫുള്ളായിട്ടങ്ങ് ഇത് ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് സെപ്പറേറ്റ് കൊടുക്കാം. സെപ്പറേറ്റ് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പെട്ടെന്ന് കോർത്തിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് അറേഞ്ചായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് കോർത്തിട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് തിരിച്ച് അടുത്ത സൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇളകി വീഴും. ഇനി അടുത്ത് ഇതിപ്പോൾ അത് ഏകദേശം അങ്ങ് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനൊരു ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ എഡ്ജ് ഒന്ന് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എഡ്ജ് മാത്രം. അതൊക്കെ നമുക്ക് ഇങ്ങനെ അച്ചു വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ എടുക്കുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഈ കട്ടിങ്ങൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ചെറിയൊരു ബോ ചെയ്യും പോലെ ചെയ്യുക, അതിൻ്റെ മേളിലൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹെയർ ബോ ചെയ്യത്തില്ലേ, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെയർ അക്സസറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് അതിനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ ഒന്ന് ടൈ ചെയ്തെടുക്കുക. സെൻറ്റർ ടൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ അങ്ങ് ഒട്ടിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. കുറച്ച് നന്നായിട്ട് അത് ടൈ ചെയ്യണം, കാരണം ഫോം ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഹെയർ ബാൻഡൊക്കെ ചെയ്യും പോലെ നിൽക്കത്തില്ല. അതൊന്ന് ഓർക്കുക. അതിനുശേഷം ഇതുപോലെ ഞാൻ രണ്ട് സൈഡും, ഈ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും കട്ട് ബീഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇനിയല്ല കട്ട് ബീഡ്സ് ഇല്ല എങ്കിൽ നമുക്ക് വൈറ്റ് ബീഡ്സ് വേണമെങ്കിലും ഇതുപോലെ കോർത്തിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. കട്ട് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബീഡ്സ് കോർത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആ സിൽവർ കളർ ബീഡ്സ് ഇല്ലേ അത് കൊടുത്തതുപോലെ ജസ്റ്റ് രണ്ട് ലൈനായിട്ട് രണ്ട് ഓപ്പോസിറ്റ് സൈഡും ഫ്രണ്ട് സൈഡും കൊടുത്താൽ മാത്രം മതിയാവും. ഞാൻ പിന്നെ കട്ട് ബീഡ്സ് കൊടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കട്ട് ബീഡ്സിന് പോലെ സ്റ്റാർസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. സ്റ്റാർ കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ക്രിസ്മസ് ഫാദർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത് ഓപ്പോസിറ്റ് സൈഡും, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് സൈഡും ഒരുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ. ഇതുപോലെ ആവശ്യത്തിന് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരുപാടായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ B7000 ഗ്ലൂവിന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്ലൈ ചെയ്യുക, ഇത് ചെയ്യുക. ഇനി പെട്ടെന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കുറച്ച് അപ്ലൈ ചെയ്യുക, അതിന് ശേഷം ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ്
കണ്ടല്ലോ. ഇപ്പം തന്നെ ആ ബീഡ്സും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആ ഒരു നമ്മളുടെ ഒരു ബെല്ല് നല്ല ഭംഗിയായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നില്ല, കാരണം ആ ടോപ്പിൽ ഞാൻ ഈ ഹെയർ ബോ കൊടുക്കുന്നതുകൊണ്ട് ഒരു ആക്സസറി അവിടെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല. കണ്ടില്ലേ, ഇതുപോലെ ഫിക്സ് ചെയ്യാനാണ് കേട്ടോ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇനി ആ ബോയുടെ സെൻറ്റർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു സിൽവർ കളർ, സിൽവർ അല്ലെങ്കിൽ ഗോൾഡ്, ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വേഗ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഹെയർ എക്സ്റേ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ബോ ചെയ്തിട്ട് സെൻറ്റർ കവർ ചെയ്യില്ലേ, അതുപോലെ അത് ഇത്രയേ ഉള്ളൂ. ഇനി അതങ്ങ് ഒട്ടിക്കുക. എന്നിട്ട് ഇനി ഇത് നമ്മളെവിടെ അറ്റാച്ച് ചെയ്യണം, നമ്മുടെ ആ ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണല്ല, അതുകൊണ്ട് ഒരു 2-3 സെക്കൻഡ് എടുക്കും അത് പേസ്റ്റായി കിട്ടാനായിട്ട്. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വ്യത്യാസം കണ്ടിട്ടില്ലേ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്കത് പേസ്റ്റായി കിട്ടും. പിന്നെ പുറത്തോട്ടൊക്കെ ത്രെഡ് ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് അറിയാൻ പറ്റും. ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് ഇതാവും. അതിനുശേഷം ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളകി വരും, അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ, ഇതൊക്കെ നല്ല ഫിക്സ് ആയിരുന്നോളും, നല്ല പിന്നെ അതൊന്നും ഇളകി വരത്തില്ല. അതിനുശേഷം ആ ഫോം ഷീറ്റിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു ഹാങ്ങിങ് പോലെ കൊടുത്തു അതിൻ്റെ പുറകിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്കതിങ്ങനെ തൂക്കിയിടാനായിട്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കണമല്ലോ. ത്രെഡ് കൊടുക്കാം, ത്രെഡിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഭംഗി ഗോൾഡിനെക്കാട്ടിലും സിൽവർ ത്രെഡിനെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ അതത് തന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ആണെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് തന്നെ കൊടുക്കാറുണ്ട്, അതിങ്ങനെ ഇളകിയൊന്നും വരത്തില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ 1-2 എന്താ പറയുക ചെറിയ ബീഡ്സ് കൂടെ കൊടുക്കുന്നുണ്ട്, കട്ട് ബീഡ്സ്, ഒത്തിരി ഇല്ല, ചെറിയ 1-2 കട്ട് ബീഡ്സ് 2 സൈഡിൽ ഓരോന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്റ്റാർസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും എൻ്റെ കയ്യിൽ സ്റ്റാർസ് ഇല്ല, അതുകൊണ്ടാണ്. ഈ മേളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ഫാദർ ആണെങ്കിലും മതിയാവും, നമ്മൾ കയ്യിലുള്ള പഴയതായാലും മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടില്ലേ. ഇത് ശരിക്കും ഇങ്ങനെ നമ്മുടെ ട്രീയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള അക്സസറി വെച്ച് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.